ഹായ് ഗൈസ്, നമ്മളിത് ചെയ്യുന്നത് സ്മൂത്തായിട്ടുള്ള അവൽ വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നാണ്. അത് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒരു സ്നാക്സ് പോലെയൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ചായക്കൊക്കെ ഒരു സ്നാക്സ് പോലെയൊക്കെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു 1/4 കിലോ അവലെടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് വലിയ ഇതുപോലത്തുള്ള ഉരുളികളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. 2 സെക്കൻഡേ പാടുള്ളൂ. 2 സെക്കൻഡ് ചൂടാക്കി വെച്ച അവൽ നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് ആ ഉരുളിക്കകത്തേക്ക് തന്നെ നമ്മൾ 200 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ട് ആ ഉരുളിയിലേക്ക് നമ്മൾ ഒഴിച്ചു. ഇനി അതിനകത്തേക്ക് ആ ശർക്കര ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ശർക്കര നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം ഇളക്കിയെടുക്കുക. ഇതിനി നല്ലവണ്ണം ഒന്ന് ചൂടാകണം. നല്ലവണ്ണം ചൂടായി ഇത് എന്താണ് ഇതിനകത്തുള്ള ഈ വെള്ളം ഒന്ന് വറ്റിക്കണം. ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. അതിനുശേഷം 4 ഏലക്കയും കുറച്ച് ജീരകവും കൂടി പൊടിച്ച് അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ ശർക്കര ഏകദേശം ഈ പരുവത്തിലായി. കാരണം നമ്മളിങ്ങനെ കയ്യിലുകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് വീഴാത്ത തരത്തിലാകുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് അവൽ ആഡ് ചെയ്ത് കൊടുക്കണം. അവൽ ആഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഇളക്കി ഒന്ന് സെറ്റാക്കണം. അതിനകത്തേക്ക് കുറച്ച് എള്ള്, കശുവണ്ടി, പൊട്ടുകടല എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇത്തിരി കൂടി നമുക്ക് ടേസ്റ്റ് ആവും. ഇപ്പം എൻ്റെ കയ്യിൽ പൊട്ടുകടല ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ കശുവണ്ടിയോ പൊട്ടുകടലയോ അതൊക്കെ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കണം. നമ്മുടെ അവൽ റെഡി. ഒത്തിരി സമയം ചിലവഴിക്കാതെ നമുക്ക് പെട്ടെന്ന്, എന്നാൽ ഒത്തിരി ചിലവുമില്ല, എന്നാൽ നമുക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസും ഒന്നും വരാത്ത ഒരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.